നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ആഴ്ചകളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ഈ ട്രെൻഡിൽ നമുക്ക് ട്രേഡ് ചെയ്യാം, കറണ്ട് ട്രെൻഡ് എന്താണ്, കറണ്ട് ഒരു സിറ്റുവേഷൻ എന്താണ് നോക്കുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 19,300 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നത് 19,300 മുകളിൽ ഓപ്പൺ ചെയ്താൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യേണ്ട ലെവല് 19,330. നിഫ്റ്റി കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു ഹൈ ശ്രദ്ധിക്കുക, 19,329.75. അപ്പോൾ നിഫ്റ്റിയിലായാലും ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റ് കിട്ടണമെങ്കിൽ പറയുന്ന ആ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റിന്റെ ഒരു ക്യാൻഡിലെങ്കിലും ക്ലോസ് ചെയ്യാതെ ഒരു കാരണവശാലും ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത്, അതായത് പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിനായാലും അത്രയും ഒരു പവറുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളാണ് നമ്മൾ നൽകുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ്സിൽ 19,300 താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് നമ്മളൊരു മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 19,200-300 റേഞ്ചിന്റെ ഇടയിൽ നിന്ന് തന്നെ നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഷോർട്ട് സെല്ലേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. കാരണം മാർക്കറ്റ് ഇവിടുന്നായാലും ക്വിക്കായിട്ടുള്ള ഒരു ബൗൺസ് എപ്പോഴും നടത്താനായിട്ടൊരു സാധ്യതയുണ്ട്. ഇത് മാർക്കറ്റ് ബൗൺസ് നടത്തിയതിന് ശേഷമല്ല നമ്മൾ പറയുന്നത്. മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് നടത്തുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമ്മൾ ഓൾറെഡി ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യുമെന്ന് നമ്മൾ ഓൾറെഡി പ്രഡിക്ഷൻ നടത്തിയിരുന്ന ഒരു ഏരിയ ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ ഒരു ലെവലിൽ നിന്നായാലും നിഫ്റ്റി ഒക്കെ ബൗൺസ് ചെയ്ത് നോക്കുക 19,300 താഴത്തേക്ക്. അപ്പൊ എപ്പോഴും നമ്മൾ അനാലിസിസ് ചെയ്യുന്ന രീതികൾ, സപ്പോർട്ട് റെസിസ്റ്റൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൃത്യമായിട്ട് ട്രേഡുകൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മളൊരു 19,300 താഴെയാണ് നിങ്ങളുടെ ഒരു സെല്ല് ആക്റ്റീവ് ആകുന്നതെങ്കിൽ ഇതൊരു വളരെ ഒരു റിസ്ക് ഏരിയ ആണ്. കാരണം 19,300 ഒരു താഴെ വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി തിരിച്ച് ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് ഒരു എടുക്കുന്ന ഒരു ട്രേഡുകൾക്കും ഒരു ഫാൾസ് വരും. അപ്പൊ അതുപോലെ തന്നെ നമ്മളൊരു ഹയർ ലെവലിൽ നിന്ന് 19,500-600 റേഞ്ചിന്റെ ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളൊരു സെല്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. പക്ഷെ 19,200-300 റേഞ്ചിന്റെ അടുത്തേക്ക് വരുന്ന ഒരു സമയത്തായാലും നമ്മളൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് നമ്മളൊരു ഇൻട്രാഡേ പ്ലാൻ നൽകിയിരിക്കുന്നത്. ഇൻട്രാഡേയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ കറണ്ട് ഒരു സെന്റിമെന്റിൽ നമുക്ക് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ കറണ്ട് ഒരു സെന്റിമെന്റിൽ നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റിലായാലും നമ്മൾ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു മൂവ്മെന്റിലായാലും നമ്മൾ ഈ ഒരു ലെവലിൽ ഒരു ലൈൻ വരച്ചുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു നിഫ്റ്റി ഇതിന്റെ ഒരു താഴത്തേക്ക് വന്നിട്ടായാലും ചിലപ്പോൾ ബൗൺസ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ നൽകിയിരിക്കുന്നത്, ശ്രദ്ധിക്കുക. ഇപ്പൊ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു താഴെ ആയിരുന്നാലും നിഫ്റ്റിക്ക് ആയാലും ലോവർ ലെവലിൽ നിന്നായാലും നിഫ്റ്റിക്ക് ഒന്ന് ബൗൺസിന് ശ്രമിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് എക്സാക്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി, അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു ഹൈലി റിസ്കി ആണ്. നമ്മൾ റൈറ്റ് സ്ഥലത്ത് നമ്മൾ എൻട്രി സൂചിപ്പിച്ചിരുന്നു. അതായത് 19,600 താഴത്തേക്ക് വന്നപ്പോൾ തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആക്റ്റീവായി. നിഫ്റ്റി മാത്രമല്ല, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, ഇതിലൊക്കെ നമുക്ക് ആ ഒരു ഹയർ ലെവലിൽ നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആയത് നമ്മളത് സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു 300 താഴെ നിന്ന് നിഫ്റ്റി ബൗൺസ് ചെയ്യാനായിട്ടാണ് സാധ്യത. അതുപോലെ തന്നെ വരും ആഴ്ചകളിലായാലും ഇപ്പൊ നിഫ്റ്റി ഇൻ കേസ് 300-200 താഴത്തേക്ക് വന്നാലും 200 താഴത്തു നിന്നായാലും നിഫ്റ്റിക്ക് ഒരു ബൗൺസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ലോവർ ലെവൽ മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം വോളറ്റൈൽ ആയിരിക്കും. അതായത് 19,100-200 ഈ റേഞ്ചിന്റെ ഇടയിൽ നിന്ന് നിഫ്റ്റി ബൗൺസ് ചെയ്യും. അതുപോലെ തന്നെ അതായത് 19,100-200, അതുപോലെ തന്നെ 19,200-300 ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിൽ നിന്നായാലും നിഫ്റ്റി എപ്പോൾ വേണമെങ്കിലും ഒരു ബൗൺസിന് മുകളിലേക്ക് ഒരു ബൈ പ്രഷറിന് ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലെവലിൽ
നമ്മളൊരു പൊസിഷനിൽ നമുക്കൊരു ഷോർട്ട്സിന്റെ പൊസിഷൻ ചെയ്തുകൊണ്ട് ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്, ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ലെവലിൽ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു നല്ല രീതിയിലൊരു വോളറ്റാലിറ്റി ഉണ്ടായിരിക്കും. മുകളിലേക്ക് എപ്പോൾ വേണമെങ്കിൽ ഒരു ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. പക്ഷേ നിഫ്റ്റിയുടെ ഒരു ബൈ അല്ല, ബൈയുടെ ഒരു സെന്റിമെന്റിലേക്ക് നിഫ്റ്റി കടക്കണമെങ്കിൽ മുൻപ് നൽകിയിരിക്കുന്ന 19,600 ഹയർ ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലാണ്. ആ ലെവലിന്റെ മുകളിലേക്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ 19,525 മുകളിലേക്കെങ്കിലും നിഫ്റ്റിക്ക് ഒരു സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാൻ സാധിച്ചാലാണ് നിഫ്റ്റിയിലായാലും ഒരു ഷോർട്ട് ടൈം ഒരു ബൈ സെന്റിമെന്റ്, അതായത് അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലുകൾ വരെ ഉള്ള ഒരു ബൈ സെന്റിമെന്റ് ഒരു സാധ്യത വരുന്നത്. പക്ഷെ നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്ന് അതിൽ അഗ്രസീവ് അല്ല ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് സേഫ് അല്ല. ഹയർ ലെവലിൽ നിന്ന് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ വരും ആഴ്ചയിലായാലും ഈ പറയുന്നത് ശ്രദ്ധിക്കാം. നിഫ്റ്റിയുടെ ഒരു പ്ലാൻ ആയാലും വരും ആഴ്ചയിലായാലും ഈ ഒരു ലെവലിൽ നിന്നായാലും നിഫ്റ്റി ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം 19,525 അല്ലെങ്കിൽ 19,000 പറയുന്ന റെസിസ്റ്റൻസ് ലെവല് അതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വീണ്ടും അടുത്തൊരു അറ്റംപ്റ്റില് 19,300 താഴത്തേക്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്താൽ, ഇത് ഈ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടായിരിക്കണം അതിൻ്റെ ഒരു താഴത്തേക്ക് ഹോൾഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഹോൾഡ് നടത്തുന്നത് 1-2 ആഴ്ച എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇതിന്റെ താഴത്തേക്ക്, അതായത് ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഇതിന്റെ ഒരു താഴത്തേക്ക് ഹോൾഡ് നിലനിർത്തി കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ബിഗ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു ബിഗ് ഫാളിനോട് ഒരു സാധ്യത മാർക്കറ്റിൽ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ട്രെൻഡ് നെഗറ്റീവ് ആയിരുന്നാലും ബിഗ് ഫാളിനുള്ള ഒരു സാധ്യത കാണുന്നില്ല. ട്രെൻഡ് സ്റ്റിൽ ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യത മാർക്കറ്റിലുണ്ട്. പക്ഷെ അത് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്ത് തരാനേ പറ്റുള്ളൂ. ഇൻ കേസ് ഇവിടുന്ന് ബൗൺസ് ചെയ്യുന്ന കരുതി നിങ്ങൾക്ക് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ബൈര പോസ്റ്റ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടില്ല. കാരണം മാർക്കറ്റ് ഒരു വോളറ്റൈൽ ആയിട്ടാണ് ആ ഒരു ബൗൺസ് നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു ട്രെൻഡ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കറന്റ് ഒരു സെന്റിമെന്റ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മൂവ്മെന്റ് നോക്കുക, നമുക്ക് ഇതിന്റെ ഒരു താഴത്തേക്ക് വന്നപ്പോഴൊക്കെ നമ്മളത് സൂചിച്ച് നമ്മുടെ ഒരു സപ്പോർട്ട് ലെവൽ ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സിന്റെ പൊസിഷൻ ലോവർ ലെവലിൽ നിന്ന് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല വീഡിയോസിൽ അത് സൂചിപ്പിച്ചിരുന്നു. ഇതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലേഴ്സ് ശ്രദ്ധിക്കണം. ഷോർട്ട് സെല്ലേഴ്സിന്റെ പൊസിഷൻ അധികം വയ്ക്കാൻ പാടില്ലാത്തൊരു ഏരിയ ആണ്. നിഫ്റ്റി എക്സാക്റ്റ് ആയിട്ട് ഇവിടുന്ന് ഒരു ബൗൺസ് ചെയ്തതിനു ശേഷം നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന 19,750 റെസിസ്റ്റൻസ് വരെയാണ് നിഫ്റ്റിക്ക് ആ ഒരു ബൗൺസ് ചെയ്തത്. 19,330 മുകളിലേക്ക് നിലനിന്നതിന് ശേഷം ആ ഒരു സ്ട്രെങ്ത്, പക്ഷെ ആ ഒരു മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആയാലും ഒരു വോളറ്റാലിറ്റിയാണ് മാർക്കറ്റിൽ കണ്ടിരുന്നത്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, ഒരു ഹൈലി ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് നമുക്ക് ഇൻട്രാഡേയിൽ മാത്രമാണ് നമുക്കൊരു മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പൊസിഷനിൽ ആയാലും നമുക്കൊരു മാനേജ് ചെയ്യേണ്ട ഒരു ട്രെൻഡുകൾ മാർക്കറ്റിൽ വരുന്ന ഒരു സമയത്തായാലും നമ്മളത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. 19,260 ഇത് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഈ ഒരു ലോയുടെ അടുത്താണ് ഞാൻ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ഈ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് സെല്ലേഴ്സ് ഇൻ കേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് മാത്രം ആ ഒരു പൊസിഷൻ മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ 260 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ചെയ്യുന്നത്, ഓക്കെ, ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ സപ്പോർട്ട് എന്ന് പറയുന്നത് 19,200 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ 19,200 ഹോൾഡ് ചെയ്തുകൊണ്ട് ഓപ്പണിംഗ് റേഞ്ച് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത ബൈ ഒരു സെന്റിമെന്റിലാണ് യൂട്ടിലൈസ് ചെയ്തത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ലെവലിലാണ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു റേഞ്ചിന്റെ അടുത്താണെങ്കിൽ ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക, ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക.
അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 19,345 റെസിസ്റ്റൻസിന്റെ താഴെ ആയതുകൊണ്ട് ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ക്വിക്ക് ആയിട്ടുള്ള ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷെ തിരിച്ച് 345 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ബൈയുടെ ഒരു സെന്റിമെന്റിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. 345 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്, ബൈയുടെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 385 അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ 85 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ലെവലുകൾ നൽകാനില്ല. ട്രെൻഡ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിലല്ല, പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും ഒരു ലെവലിലാണെങ്കിൽ നമ്മൾ പറയാറുള്ള പോലെ തന്നെ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷമുള്ള ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. എക്സാക്ട് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഷോർട്ട്സ് ഈ ഒരു ലെവലിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, തിരിച്ച് ബൗൺസ് ചെയ്യാനായിട്ടും സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് നോക്കുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു മൂവ്മെന്റ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തിൽ വന്നിരിക്കുന്ന ആ ഒരു ലോവർ താഴത്തേക്കായാലും ബാങ്ക് നിഫ്റ്റി വന്നെങ്കിലും നമ്മളത് സൂചിപ്പിച്ചിരുന്നു എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് ക്യാനിൽ തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്ന്. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ് നമുക്കത് എക്സാക്റ്റ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിലും കിട്ടിയിരുന്നത്. എന്നാലും സൈഡ് വേസ് ആൻഡ് വോളറ്റൈൽ മൂവ്മെന്റിലായിരുന്നു. വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റിയും ലോവർ ലെവലിൽ ശ്രദ്ധിക്കണം. ലോവർ ലെവലിൽ നിന്നായാലും ബൗൺസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ ആയിരിക്കും നമ്മളെപ്പോഴും നൽകുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു റേഞ്ചിൽ വേറെ സപ്പോർട്ട് റെസിസ്റ്റൻസ് കൃത്യമായിട്ട് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്ത ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷമുള്ള ട്രെൻഡ് ഫോളോ ചെയ്ത് എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. 43,965 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ സെന്റിലാണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 43,965 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ വീണ്ടും തിരിച്ചതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകണം. 43,965 മുകളിൽ ഓപ്പണിംഗ് പോസിറ്റീവ് ആണ്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 44,080 അടുത്ത റെസിസ്റ്റൻസ്. ഇതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആണ്. വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ലെവലുകൾ ഇല്ല. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യത വരുന്നത്. ഈ ഒരു ലെവലിന്റെ ഒരു താഴത്തേക്ക് പോയാൽ ഇൻ കേസ് 43,700 താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ബൈയിലേക്ക് പിന്നെ നിലനിൽക്കരുത്. വീണ്ടും തിരിച്ച് 750 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബൈയുടെ സെന്റിമെന്റിലേക്ക് നിലനിൽക്കേണ്ടത്. ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആയാലും വരും ദിവസത്തെ ഒരു അപ്ഡേറ്റ് മാർക്കറ്റിന്റെ ഒരു ക്ലോസിംഗ് അനുസരിച്ച് തന്നെ നമുക്കൊരു എക്സാക്ട് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ ലഭിക്കും. അതിനനുസരിച്ച് നമുക്ക് വരും ദിവസത്തെ അപ്ഡേറ്റുകൾ നമുക്ക് നൽകാം. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം.